Dear students, welcome to Learner's World. In this video, I'm going to talk about Deepa Malik. Welcome to the Wheelchair of Change by Sudhata Mukherjee. FIUGP AC English Literature, first semester, Calicut University. Summary of Deepa Malik. Welcome to the Wheelchair of Change by Sudhata Mukherjee. The conversation with Deepa Malik, an iconic Indian Paralympian and a recipient of Arjuna Award and Padma Shri, present a powerful account of her journey from personal adversity to becoming a national voice for disability rights. ദീപ മാലിക്കുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദീപ മാലിക് എന്ന് പറയുന്നത് ഒരു ഐക്കോണിക് ഇന്ത്യൻ പാരാലിമ്പ്യൻ ആണ്. അതുപോലെ അർജുന അവാർഡ്, പത്മശ്രീ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അവരുടെ ജീവിതത്തിലെ ഒരു പ്രതികൂല സാഹചര്യം, ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ് ദീപ മാലിക്. Best known for winning the silver medal in shot put F53 category at the 2016 Rio Paralympic Games, Deepa narrates how her life transformed after paralysis and how she converted hardship into a mission of empowerment. അപ്പോൾ അവർക്ക് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് ഷോർട്ട് പുട്ടിൽ F53 കാറ്റഗറിയിൽ അറ്റ് ദ 2016 റിയോ പാരാലിമ്പിക് ഗെയിംസിൽ. അവരുടെ ജീവിതത്തിലുള്ള ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഒരു എംപവർമെൻ്റ് ആക്കി മാറ്റിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ദീപം ബിഗിൻസ് ബൈ റിഫ്ലക്റ്റിംഗ് ഓൺ ഹർ ലൈഫ് ബിഫോർ ഡിസബിലിറ്റി. ഇത് തുടങ്ങുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ ഡിസേബിൾഡ് ആകുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്, ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നത്. As an army officer's wife, a mother, and an entrepreneur actively involved in social and fitness activities, she identifies strongly with her physical strength and spirited personality. അതായത് അവർ ഡിസേബിൾഡ് ആകുന്നതിന് മുമ്പ് അവരൊരു ആർമി ഓഫീസറുടെ ഭാര്യയായിരുന്നു, 2 മക്കളുടെ അമ്മയായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു സംരംഭകയായിരുന്നു, സോഷ്യൽ ആക്ടിവിറ്റീസിലും ഫിറ്റ്നസ് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. തൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തിലൊക്കെ പേഴ്സണാലിറ്റിയിലൊക്കെ വളരെ സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. However, the discovery of spinal tumor followed by surgeries that left her paralyzed abruptly disrupted this identity. അങ്ങനെ ഇരിക്കുകയാണ് സ്പൈനലിൽ ട്യൂമർ എഫക്റ്റ് ചെയ്യുകയും ട്യൂമർ ബാധിക്കുകയും സർജറികളൊക്കെ ചെയ്ത് പാരലൈസ്ഡ് ആകുന്നത് അതിന് ശേഷമാണ്. അങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇനീഷ്യലി ഷീ റെസിസ്റ്റഡ് ആക്സെപ്റ്റിംഗ് ദ വീൽ ചെയർ, perceiving it as a symbol of loss and tragedy. Over time, she reframed it as a tool of mobility and independence, a means to reclaim her life and reshape her future. തുടക്കത്തിൽ വീൽ ചെയർ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മടിയായിരുന്നു, അവരതിനെ റിജക്റ്റ് ചെയ്തിരുന്നു. അവരതിനെ ട്രാജഡിയുടെയും നഷ്ടത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. പിന്നെ കൂടെ കൂടെ സമയം പോകുന്നതിനനുസരിച്ച് അവർ തൻ്റെ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാക്കുകയും തൻ്റെ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ അതുപോലെ തന്നെ തൻ്റെ ലൈഫ് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ട് ഈ ഒരു വീൽ ചെയർ മാറി. This shift in mindset led her to sports not only as a personal challenge but also as a platform to advocate for the disabled community. അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഇതോടുകൂടെ മാറി, അവർ സ്പോർട്സിൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. ഇതൊരു പേഴ്സണൽ ചലഞ്ചായിട്ടല്ല, ഒരു ഡിസാബിൾഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതോടെ അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. She realized that achievements in sports could amplify her voice and bring attention to long ignored issues. However, her sporting journey was riddled with difficulties. പക്ഷേ അവരുടെ ഒരു സ്പോർട്സിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം മതിയായ തരത്തിലുള്ള ഫണ്ടൊന്നും അതുപോലെ സപ്പോർട്ടൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. In 2010, despite being selected for Commonwealth Games, she was expected to fund her own participation due to lack of supportive policies. 2010 അവർക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതായത് സ്പോർട്സിൽ നിന്ന് അവർ പതിയെ ഇങ്ങനെ
മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫണ്ട് ഗവൺമെൻറ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തില്ല. അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ല. ഫണ്ടൊക്കെ സ്വന്തമായിട്ട് ഇറക്കുകയാണെങ്കിൽ ഗെയിംസിലൊക്കെ പങ്കെടുക്കാം എന്നുള്ളൊരു പോളിസി ആയിരുന്നു. Unable to manage the expenses, she withdraw, feeling overlooked and unsupported. അതായത് അവർക്ക് ഈ ഒരു എക്സ്പെൻസസ് താങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്പോർട്സിൽ നിന്ന് അവർ വിത്ഡ്രോ ചെയ്തു. Yet she persevered, training regularly in javelin disc and shot put. പക്ഷെ അവർ പിന്മാറിയില്ല. അവരെന്ത് ചെയ്തു? ജാവലിൻ ഡിസ്ക്, ഷോട്ട് പുട്ട് ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് അവർ തകൃതിയായി ചെയ്തു. Her efforts culminated in qualifying for the Rio Paralympics at the 2015 Doha World Championship, where she went on to win a historical silver medal. അങ്ങനെ അവരുടെ ആ ഒരു എഫേർട്ടിന് ഒരു സക്സസ് ഉണ്ടായി, ഒരു റിസൾട്ട് ഉണ്ടായി. അവർ 2015 ദോഹ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അവർ വെള്ളി മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കരസ്ഥമാക്കി എന്നാണ് പറയുന്നത്. They also highlights the long-standing issues of inadequate funding for para sports, noting that the initial budget of 1 lakh rupees was far below actual needs. അതുപോലെ ദീപ മാലിക് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പാരാ സ്പോർട്സിന് വേണ്ടിയിട്ട് തുടക്കത്തിലുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. അത് നമ്മുടെ സാധാരണ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തൊരു തുകയായിരുന്നു അതെന്ന് പറയുന്നുണ്ട്. ഷി അക്നോളജസ് റീസെൻറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് സെപ്പറേറ്റ് പാരാ സ്പോർട്സ് ഫണ്ട് ബട്ട് സ്ട്രെസസ് ദാറ്റ് സിസ്റ്റമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് മസ്റ്റ് കണ്ടിന്യൂ. അതായത് അവർ പിന്നീട് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഇനീഷ്യേറ്റീവ്സ്, അതായത് പാരാ സ്പോർട്സ് ഫണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതായത് കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. Her mission extends her far beyond medals. Under the banner Ability Beyond Disability, she aims to build a more disability-friendly India. അവരുടെ ഒരുപാട് മെഡലുകൾ കരസ്ഥമാക്കുക എന്നതിലുപരിയായിട്ട് അവരുടെ ഒരു ലക്ഷ്യം, അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി, അതായത് ഈ ഡിസാബിൾഡ് പേഴ്സണെ ഇന്ത്യയിൽ ആക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അതായത് ഒരു ഡിസാബിൾഡ് ഫ്രണ്ട്ലി ഇന്ത്യ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ദീപ മാലിക്കിന്. ഷി റിക്കൗണ്ട്സ് ആൻ ഇൻസിഡൻറ്റ് ഓഫ് എയർലൈൻ സ്റ്റാഫ് മിസ്ഹാൻഡ്ലിംഗ് ഹർ വീൽചെയർ ടു ഇലുസ്ട്രേറ്റ് ദ ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി ടുവാർഡ് മൊബിലിറ്റി എയ്ഡ്സ്. അവരൊരു ഒരു ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അവർ പറയുന്നുണ്ട്. ഒരിക്കൽ എയർലൈൻ സ്റ്റാഫ് അവരുടെ വീൽചെയർ മോശമായിട്ടുള്ള രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇത് ലാക്ക് ഓഫ് അവയർനെസ് കൊണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള മൊബിലിറ്റി എയ്ഡ്സൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്, കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദീപ അഡ്വക്കേറ്റ്സ് ഫോർ നാഷൻ വൈഡ് എഡ്യൂക്കേറ്റ് ട്രെയിനിങ്, ആക്സസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് എസ് റാംസ് ആൻഡ് അഡാപ്റ്റഡ് ടോയ്ലറ്റ്സ് ആൻഡ് മാൻഡേറ്ററി ഇൻക്ലൂസീവ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസസ്. അതായത് ദീപ മാലിക് പറയണം, നാഷൻ വൈഡിൽ നമ്മൾ ഒരു ഡിസാബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അതായത് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം, ട്രെയിനിങ് കൊടുക്കണം, അതായത് റാമ്പ്, അതുപോലെ അഡാപ്റ്റഡ് ടോയ്ലറ്റ്സുകൾ, ഇതൊക്കെ വേണം. എപ്പോഴും നാഷൻ വൈഡായിട്ടൊരു ഡിസാബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നാഷൻ ആയിരിക്കണം എന്നവർ പറയുന്നുണ്ട്. Ultimately, Diba envisions an India where accessibility is universal and people with disabilities live with dignity, respect and freedom, supported by an aware and inclusive society. ദീപ മാലിക് ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദീപ മാലിക് കാണുന്ന ഒരു കാഴ്ച, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലി അത് ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ആയിരിക്കണം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.